സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായ വാർത്തയിലേക്കാണിനി. വിജിലൻസ് പിടിയിലായ മരട് എസ്.ഐ ഗോപകുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വാഹന അപകടവുമായി ബന്ധപ്പെട്ട കേസിലെ പരാതിക്കാരിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ ഇന്നലെയാണ് എസ്.ഐ പിടിയിലായത്. സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കുട്ടാവിമലാദിത്യ വ്യക്തമാക്കി. അപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ മുറയ്ക്ക് നമ്മൾ വകുപ്പ് തല നടപടിയെടുക്കും. ഇതുവരെ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് നമ്മൾ ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, മരട് പോലീസിനെതിരെ ഇതിനു മുൻപും സമാനമായ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. കൈക്കൂലി നൽകാതെ ഒരു സാധാരണക്കാരനും അവിടെ നിന്ന് നീതി കിട്ടാത്തൊരു സാഹചര്യമുണ്ട് എന്ന് മുൻപ് ആക്ഷേപമുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ എസ്.ഐ ഗോപകുമാറിൻ്റെ കയ്യിൽ നിന്നും 10,000 രൂപ കൈക്കൂലിപ്പണം വിജിലൻസ് കയ്യോടെ പിടികൂടുന്ന സാഹചര്യം. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല. പല പോലീസുകാരും സമാനമായ രീതിയിൽ കൈക്കൂലി വാങ്ങി കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് പറയപ്പെടുമ്പോഴും ഇത് പക്ഷേ കയ്യോടെയാണ് വിജിലൻസ് ഇയാളെ പിടികൂടിയത്. ഈ ഗോപകുമാർ സ്ഥിരം കൈക്കൂലിക്കാരനാണോ? ടോം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കാരണം ഇത് നിരന്തരം പോലീസുകാർ പലയിടങ്ങളിൽ നിന്നും ഇത്തരം കൈക്കൂലി വാങ്ങുകയും ആളുകളെ അതായത് ഇവരുടെ കേസുകൾ ഒതുക്കി തീർക്കാനും അതല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനും കൈക്കൂലി വാങ്ങുന്ന ഒരു പ്രവണത വ്യാപകമാണ്. എന്നിരുന്നാൽ പോലും ഇത് അപകടത്തിൽപ്പെട്ട ഒരു വാഹനം വിട്ടുകൊടുക്കാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കാരണവശാലും 10,000 രൂപ നൽകാതെ താൻ വാഹനം വിട്ടു നൽകില്ല എന്ന് എസ്.ഐ കട്ടായം പറഞ്ഞതിനെ തുടർന്നാണ് ഈ വാഹന ഉടമ പരാതിയുമായി വിജിലൻസിലെത്തുന്നത്. തുടർന്ന് വിജിലൻസും ഈ പരാതിക്കാരനും ചേർന്ന് ഒരുക്കിയ കെണിയിൽ എസ്.ഐ ഗോപകുമാർ പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പരാതിക്കാരൻ എസ്.ഐക്ക് പണവുമായി എത്തുന്നത്. ഈ പണം സ്റ്റേഷനിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം എസ്.ഐ ഗോപകുമാറിനെ വളയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇത്തരം കേസുകൾ എസ്.ഐ ഗോപകുമാറിനെ എതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഉണ്ടോ എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ ഇയാളുടെ വീട്ടിൽ മുതൽ പരിശോധന നടത്തും, അതല്ലെങ്കിൽ മറ്റ് ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധന നടത്തുമെന്നാണ് പോലീസും വിജിലൻസും അറിയിക്കുന്നത്. അങ്ങനെയാണ് ആ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഈ അനധികൃതമായി ഇയാളുടെ കയ്യിലേക്ക് പണം വരുന്ന സാഹചര്യമുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഗോപകുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായ അതായത് ഇയാൾ ഇത്തരത്തിൽ കൈക്കൂലിക്കാരനാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും 10,000 രൂപ അപകടത്തിൽപ്പെട്ട ഇവിടെ വളരെ വ്യക്തമാണ്. കാരണം വിജിലൻസ് കയ്യോടെയാണ് ഈ കൈക്കൂലിപ്പണം പിടികൂടിയത്. കാരണം 10,000 രൂപ നൽകാതെ ഈ വാഹനാപകടം ഉണ്ടാക്കിയ ആ വാഹനം തിരികെ കിട്ടില്ല എന്ന് ഇയാൾ നിലപാടെടുക്കുന്നു. അങ്ങനെ കുറേ തവണ വാഹന ഉടമയെ നടത്തിച്ചതാണ്. ഏറ്റവും ഒടുവിലാണ് ഇയാൾ നിവൃത്തികേട് കാരണം പണം നൽകാൻ തയ്യാറായത്, അതും വിജിലൻസിൻ്റെ അറിവോടുകൂടി. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എസ്.ഐ ഗോപകുമാറിനെതിരെ എന്ത് വകുപ്പ് തല നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? സാധാരണഗതിയിൽ നമുക്കറിയാം 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി കഴിയുമ്പോൾ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ വീണ്ടും സർവീസിലേക്ക് തിരികെ വരും. ഇവിടെയും അതിനപ്പുറം ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം ഇതുവരെ വകുപ്പ് തല നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ കമ്മീഷണർ പറഞ്ഞതനുസരിച്ചിട്ട് ഇയാൾക്കെതിരെയുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എസ്.ഐ ഗോപകുമാറിനെതിരെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും വകുപ്പ് തല നടപടികൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് കമ്മീഷണർ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇത്തരം കേസുകളിൽ പെടുന്ന ഒരാൾക്ക് അടിയന്തരമായി നൽകേണ്ടുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. തൽക്കാലം എസ്.ഐയെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്നിരുന്നാൽ പോലും കൃത്യമായ, അതായത് വകുപ്പ് തല ഒരു നടപടി എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ അതിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം
ഇത്തരം നടപടികൾ കൈക്കൊള്ളുമെന്നാണ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ടോം പറഞ്ഞതുപോലെ ഈ 10,000 രൂപ കൊടുക്കുന്നു, അയാളെ നിരന്തരം നടത്തിക്കുന്നു, വാഹനോടമയെ നിരന്തരം നടത്തിക്കുന്നു, അയാൾ സഹികെട്ടാണ് ഒടുവിൽ ഈ പണം നൽകാൻ അതല്ലെങ്കിൽ വിജിലൻസിൽ പരാതി നൽകുകയും വിജിലൻസിന്റെ സഹായത്തോടു കൂടി SI കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷേ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് കേസുകൾ ഉണ്ടാകാം SI ഗോപകുമാറിനെ പറ്റി. മുൻപ് ഇത്തരം ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം പരാതികൾ SI ഗോപകുമാറിനെതിരെ ഉയർന്നിട്ടില്ല എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യമായുള്ള ഒരു ഉദ്യമം കൂടി ആയിരിക്കാം. രണ്ടായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥൻ 1 തവണ വാങ്ങിയാലും 100 തവണ വാങ്ങിയാലും അത് ഒരേ തരത്തിലുള്ള ഒഫൻസ് തന്നെയാണ്. അതിന് കൃത്യമായ നടപടി ഉണ്ടാകണം. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ വീണ്ടും 6 മാസം കഴിയുമ്പോൾ സസ്പെൻഷനും അല്ലെങ്കിൽ അതിൻ്റെ കാലാവധിയും ഒക്കെ കഴിഞ്ഞ് വീണ്ടും സർവീസിലേക്ക് തിരിച്ചു കയറുന്ന നടപടിക്രമങ്ങളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഒരു പക്ഷേ പണം ചോദിച്ച ആളുകളൊക്കെ ഒരു പക്ഷേ അങ്ങനെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ഈ പരാതിക്കാരനത് ഒഫൻസ് ആണെന്ന് തോന്നിയിരിക്കാം, അതല്ലെങ്കിൽ അയാൾക്ക് അത് മീറ്റ് ചെയ്യാനുള്ള പണം ഉണ്ടായിരുന്നില്ലായിരിക്കാം. എന്ത് സാഹചര്യമായാലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയതാണോ അതല്ലെങ്കിൽ മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഗോപകുമാർ ഇൻവോൾവ് ആയിട്ടില്ലയോ എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുക. ഗോപകുമാറിൻ്റെ വീട്ടിലടക്കം പരിശോധന നടത്തും. അതുപോലെ ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതായത് സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജിലൻസ് ഈ കേസിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ഒരു ഇൻവോൾവ്, അതായത് പോലീസുകാരനെതിരെയുള്ള അന്വേഷണം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് ഇത്തരം കാര്യത്തിൽ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും ഈ SI ഗോപകുമാർ എന്ന് പറയുന്ന ആൾ തുടർച്ചയായി ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരാളാണോ അതോ ഈ ഒരു അറ്റംപ്റ്റ് കൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാകും. അക്കാര്യവും പരിശോധിക്കേണ്ടതാണ്. ഇയാൾ പതിവായി കൈക്കൂലി വാങ്ങുന്ന ആളാണോ? ഈ മരട് സ്റ്റേഷനിലെ കൂടുതൽ പോലീസുകാർക്കെതിരെ സമാനമായ ആരോപണമുണ്ടെങ്കിൽ അതേക്കുറിച്ചും പരിശോധിക്കേണ്ടതാണ്. ഈ പോലീസുകാർ മാത്രമല്ല, സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിനും അതോടൊപ്പം എക്സൈസ് ഉദ്യോഗസ്ഥരുമൊക്കെ വ്യാപകമായ രീതിയിൽ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് എക്സൈസ് സർക്കിൾ ഓഫീസുകളിൽ ഇത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധനകൾ നടന്നു. മദ്യക്കുപ്പികളും കണക്കിൽപ്പെടാത്ത പണവും പല എക്സൈസ് ഓഫീസുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞു.